സർ മോളിക്ക് വന്നു സർ. മുകളിൽ വന്നതിന് ശേഷം ആ ഏണി എടുക്കാൻ മറന്നു പോകരുത്. ഒരുപാട് പേരുകൾ ചെറിയ തെറ്റുകൾ ചെയ്താണ് ഇങ്ങനെ കുടുങ്ങാറുള്ളത്. അങ്ങനെ കമന്ന് കിടന്ന് മുമ്പോട്ട് വാ. അവിടെ കൂടയിൽ ഒരു പൂ കാണാം. ഉണ്ടോ? ഉണ്ട് സർ. അതിനകത്തൊരു പാമ്പുണ്ടാവും. പാമ്പോ? ചുമ്മാ ജോക്ക്. സ്മോൾ ജോക്ക്. സാറേ ഇപ്പൊ എങ്ങോട്ടാ പോണ്ടേ? റൈറ്റ്. സാറേ നിങ്ങളുടെ റൈറ്റോ എന്റെ റൈറ്റോ? എന്റെ റൈറ്റാടാ. ഓക്കെ സർ. നീ എന്താ ഇത്ര സ്ലോ ആയിട്ട് വരുന്നേ? ഒന്ന് ഫാസ്റ്റ് ആയിട്ട് വാടാ. നിന്നെ പോലെ ആവശ്യമില്ലാത്ത പാഴ് സഞ്ചികൾ വല്ലതും ഉണ്ടോ അവിടെ? എങ്കിൽ എഴുന്നേറ്റ് നിക്ക്. നീ വേഗം അവിടെ നല്ലവണ്ണം മുറുക്കി കണ്ണടച്ചിട്ട് എടുത്ത് ചാടിക്കോ. പേടിയാവുന്നു സർ. പേടിക്കാതിരിക്കാനല്ലടാ കണ്ണടയ്ക്കാൻ പറഞ്ഞത്. വേഗം എടുത്ത് ചാടറാ. സർ എടാ ചാടറാ. എടാ ചാടറാ. എടുത്ത് ചാടറാ. എടാ കണ്ടോടാ? അവൻ രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെട്ടു. എന്താടാ കണ്ടത്? സ്റ്റോർ റൂം മാപ്പ് അങ്ങ് മാറിപ്പോയി. ബെഡ്റൂമിലേക്കുള്ള മാപ്പാ പറഞ്ഞു കൊടുത്തേ. അത് ഓർത്ത് പേടിക്കണ്ട. ജസ്റ്റ് ഫോളോ മീ. സിദ്ധു, ഇയാൾ എപ്പോഴാ ഡ്രസ് മാറ്റിയത്? ഓ ഷിറ്റ്, ഡോർ ലോക്കാ. ഐ ഹാവ് വൺ മോർ ഐഡിയ. ക്ലോറോഫോം. എന്തിനാ? ഇതെത്ര ചെറിയ കാര്യമാണെന്ന് വിചാരിക്കണ്ട. ഞാൻ ഇത്രയും കാലം സന്തോഷമായിട്ടിരിക്കാൻ ഇതൊരു പ്രധാന ഘടകമായിരുന്നു. അറിയാമോ നിനക്ക്? നീ ഒരുമാതിരി വർത്താനം പറയല് കേട്ടോടാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്ലാൻ എന്താന്ന് ആദ്യം പറ. ഫോളോ മീ. അയ്യോ എന്റെ അമ്മ, ഇവന്റെ സെറ്റപ്പ്. നീ ഇവിടെ നിന്നാ മതി. നീ കേറല്ലേ മോനെ, ഇത് ഒടിഞ്ഞ് താഴെ വീഴും. കേറ. ഫോളോ മീ. ഇപ്പൊ നിങ്ങള് കണ്ടോടാ, ഈ കർച്ചീഫ് എസയുടെ മുഖത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ എഴുന്നേക്കില്ല. അല്ല, അത് അയ്യോ, അയ്യോ പോടാ മരപ്പട്ടി. അവനെ ആ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവരണ്ടായിരുന്നു. നമുക്ക് അവനെ റൂമിൽ നിന്ന് ഇറക്കിയാൽ മതിയായിരുന്നു. ക്ലോറോഫോമിന്റെ മയക്കം 4 മണിക്കൂറെങ്കിലും എടുക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എല്ലാം അയാളുടെ പൊട്ട ഐഡിയ. കല്യാണം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്നോട് തന്നെ പറയുന്നേ. ഓരോന്ന് വരുത്തി വെച്ചിട്ട് എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, നിങ്ങളവിടെ നിന്നേ. എടാ, ബോബി ഇപ്പൊ ബോധമില്ലാണ്ട് കിടക്കുക. ഇനിയിപ്പോ ഒരു വഴി മാത്രമേ ഉള്ളൂ. നാട്ടുകാരെല്ലാം വിചാരിച്ചിരിക്കുന്ന പോലെ ഇവിടെ ഇപ്പൊ ശരിക്കും കള്ളന്മാര് വരണം. ഇപ്പൊ പെട്ടെന്ന് എവിടുന്ന് വരാനാടാ? നമ്മള് മുഖം കർച്ചീഫ് കൊണ്ട് മറച്ചിട്ട് നേരെ എസ് ഐയുടെ വീട്ടിൽ ചെന്ന് കഥവിൽ മുട്ടണം. എസ് ഐ കഥവ് തുറന്നതും റോഡ് എടുത്ത് അവനെ തലക്കിട്ടടിക്കാം. എന്നിട്ട് ബോബിനെ കൊണ്ട് പുറത്തിറങ്ങാം. അയ്യോ, ബെസ്റ്റ് പ്ലാനാടാ. വാ പോവാ. നീ പോയി വേഗം കാർ എടുക്കാൻ നോക്കും. എന്താടാ നിന്റെയൊക്കെ ഇഷ്ടത്തിന് പ്ലാൻ ചെയ്യാം അല്ലേ? നിങ്ങളുടെ കൂടെ ഒരു ബുദ്ധിമാൻ ഉള്ളപ്പോ ഒന്ന് ഡിസ്കഷൻ ചെയ്യാനുള്ള കോമൺ സെൻസ് ഇല്ലടാ നിങ്ങൾക്ക്? ഇപ്പൊ എന്താ ഈ പ്ലാൻ? നല്ലതല്ലേ? എന്തോന്ന് പ്ലാന്? ബോബിയെ ഇറക്കുന്നത് വരെയല്ലേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ ദേവികയോട് എന്നെ കുറിച്ച് പറയണം. എന്നിട്ട് എനിക്ക് ദേവിക ഒന്ന് കെട്ടിപ്പിടിക്കണോടാ. അതിനുശേഷം നിങ്ങൾ എല്ലാവരും എന്റെ കാല് പിടിക്കണ്ടേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ വിട്ടുകളഞ്ഞില്ലേ? ഇതിനെ കുറിച്ച് നിങ്ങളൊക്കെ ഡിസ്കഷൻ ചെയ്തോ? ചുമ്മാ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. അയ്യോ സോറി സാർ, അങ്ങയോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഞങ്ങളൊക്കെ മറന്നുപോയി. അതാ എല്ലാം ഞാൻ തന്നെ പറഞ്ഞു തരണ്ടേ? വാ 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 വാ. അതെ, ആ കെട്ടിപ്പിടുത്തോ അനുഗ്രഹവും വാങ്ങുന്നതൊക്കെ വിട്ടിട്ടേ ദേവിക എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ് ശരിയാക്കി താടാ. ഇവൻ ഇനി മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നേ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പോലീസ് അന്വേഷിച്ച സിനിമയുടെ പേര് പറ. യെസ് സാർ. റൌഡി ഇൻസ്പെക്ടർ ലക്ഷ്മി നരസിംഹ
ഇൻസ്പെക്ടർ പ്രതാപ്, ഗർജിക്കുന്ന സിംഹം. യൂണിഫോം ഇട്ട് മെഗാസ്റ്റാർ കോമഡി വല്ലതും ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല സാർ. അപ്പൊ പിന്നെ താൻ എന്തിനാ ചെയ്ത്? നിസ്സാരമായിട്ട് 2 കൊലപാതകം ചെയ്തിട്ട് ഒരു പെണ്ണ് പോലീസിനെ തല്ലിയിട്ട് എസ്കേപ്പ് ആയിരിക്കുന്നു. ആ കൊലപാതകത്തിൽ യുവമാർക്കും കൈയുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. ക്ഷമിക്കണം സാർ, അവര് കൊലപാതകം നടത്തിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. അതുപോട്ടെ, പ്രൊസീജിയർ ഫോളോ ചെയ്തായിരുന്നോ താൻ? ഇല്ല സാർ. FIR ഫയൽ ചെയ്തായിരുന്നോ? അതും ചെയ്തില്ല സാർ. അതുപോട്ടെ, താൻ എൻക്വയറി ചെയ്തായിരുന്നു? ഇല്ല സാർ, ചെയ്തില്ല സാർ. ദേ നോക്ക്, ഞാനും ഒരു മെഗാസ്റ്റാറിന്റെ ഫാനാ. സാർ, ഐ ലവ് യു സാർ. എന്നാലേ നമ്മൾ തന്നെയല്ലേ അധികം വാങ്ങി നല്ല പേര് കാത്തു സൂക്ഷിക്കണ്ടേ? ചുമ്മാ ഫാനാന്ന് പറഞ്ഞുള്ള പേര് കളയരുത്. ക്ഷമിക്കണം സാർ. ഇപ്പോൾ തന്നെ അവരുടെ പേരിൽ കൊലപാതകത്തിന് കേസെടുത്ത് അവരെവിടെയായിരുന്നാലും 2 മണിക്കൂറിനുള്ളിൽ അവന്മാരെ ചവിട്ടിക്കൂട്ടി സാറിന്റെ മുന്നിൽ നിർത്തിത്തരാം സാർ. എന്റെ അമ്മേ, എന്താ ചെയ്യാ? ഇവന്മാരെന്നെ ഇങ്ങനെ ഇനി അഥവാ എസ്ഐയുടെ തലയിലടിച്ചിട്ട് ബോബി രക്ഷപ്പെട്ട് കഴിഞ്ഞാലും അതിന്റെ എൻക്വയറി നാളെ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ ഇതിലും വലിയ കേസിൽ പിടിക്കപ്പെടില്ലേ? അതേടാ, അത് ശരിയാണല്ലോ. നിന്നോട് ഇതാരാ പറഞ്ഞേ? സ്വാതിയാടാ. സ്വാതിയാ? കുറച്ചു മുൻപ് നമ്മൾ രക്ഷപ്പെടുത്തില്ലേ ആ കുട്ടിയാ? അവള് നമ്മുടെ കാറിന്റെ ഡിക്കിക്കുള്ളിലുണ്ടായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വരാൻ ഞാൻ സഹായിക്കാം. നീ ആരാ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോ നിന്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതേ നിങ്ങൾക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാ. നമ്മുടെ സമൂഹത്തിലെ ഒരു പുരുഷൻ എത്ര തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഒരു പെണ്ണാണ് അത് ചെയ്തതെങ്കിൽ അമ്മയാണോ അനിയത്തിയാണോ ഭാര്യയാണോ എന്നൊന്നും നോക്കാതെ അവളെ നടു റോഡിൽ വലിച്ചഴിക്കും. സത്യത്തിൽ പ്രോബ്ലത്തിൽ കുടുങ്ങിയിരിക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ടോ അല്ല, അവളാണ്. 4 തടിമാടന്മാര് നിന്നിട്ട് ഇവിടെ ഒരു പുല്ലും നടന്നില്ല. ഇവളിങ്ങോട്ട് വന്നിട്ട് അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേ ചെയ്യും, മറിച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ത് നടക്കുമെന്നായി പറയുന്നേ? ചേച്ചി, നീ പോയി സീരിയൽ കാണാൻ നോക്കോ? ചേ, ശരി വേണം. ഇതെന്താ ഇങ്ങനെ തലകുത്തിയിരിക്കുന്നു? അയ്യോ, രക്ഷിക്കോ, എനിക്കെല്ലാം തലകീഴായിട്ടാണ് കാണുന്നത്. പണി കിട്ടിയല്ലേ? എന്റെ ചേച്ചി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്നെ ഒന്ന് താഴേക്ക് ഇറക്കി വിട് ദയവ്. ഇത് കാല് പിടിക്കാൻ ഞാൻ വിട് ചേച്ചി. അയ്യോ, സ്വാതി മേഡം, നിങ്ങൾ വരൂ. താങ്ക് യു ചേച്ചി. അയ്യോ, അയ്യോ, കാലി എന്റെ കാമാപുരത്തെ പ്ലേ ബോയ് മണ്ണ് നിന്ന പോലെ ഉണ്ടല്ലോ. ഇനി തെന്നി വീഴണ്ട, സൂക്ഷിച്ചോ. നിങ്ങളെ ഫ്രണ്ട് എവിടെയാ ഉള്ളത്? ആ വീട്ടിലാ ഉള്ളേ. ബെഡ്റൂമിലുണ്ട്. ബെഡ്റൂം എവിടെയാ? ദേ നോക്ക്, ആ മൂലയെ കാണുന്നതാണ് ബെഡ്റൂം. എവിടെ പോയി? ദേ അവിടെ. ഈ 16 വയസ്സിൽ പെണ്ണുങ്ങളെ കെട്ടിച്ചു വിടാതെ വല്ല ഒളിമ്പിക്സിലും പറഞ്ഞു വിട്ടാലുണ്ടല്ലോ, ഗോൾഡ് മെഡലുമായിട്ട് വരുവളടാ ഇവിളൊക്കെ. ഒരു കാര്യവും നടക്കുകയല്ല. എങ്ങനെ നടക്കുന്ന പട്ടുപിടിച്ച എന്ത് ചെയ്യാൻ പറ്റും?